ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 പ്രീമിയർ പ്രോ എഡിറ്റിംഗ് ഹാക്സ് പാർട്ട് 3 ആണ്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് ഈ എഡിറ്റിംഗ് ട്രിക്സ് ഒക്കെ നമ്മുടെ വീഡിയോ സ്പീഡിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ടിപ്പ്, എനിക്ക് ഈ ക്ലിപ്പ് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണം. സോ അതിനുവേണ്ടി നമുക്ക് ഈ ക്ലിപ്പെല്ലാം സെലക്ട് ചെയ്യാം. എന്നിട്ട് മുൻപോട്ട് കുറച്ച് മാറ്റി വെക്കാം. നമ്മുടെ ഒരു ക്ലിപ്പ് എടുത്ത് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് റിപ്പിൾ ഡിലീറ്റ് ആൻഡ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇരുന്ന ക്ലിപ്പ് നമ്മളെടുത്ത് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സെയിം കാര്യം നമുക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് ചെയ്തെടുക്കാം. സോ അതിനുവേണ്ടി നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്യുക. ഇനി നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ ക്ലിപ്പ് കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ട് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഒരു ക്ലിപ്പ് മുമ്പോട്ട് മാറ്റണമെങ്കിൽ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്യുക ആൻഡ് വെക്കേണ്ട പോയിന്റിൽ കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, നമുക്കിങ്ങനെ ഒരു കട്ടുള്ള പോയിന്റിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും വെക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ എനിക്ക് കൊണ്ടുവെക്കണമെങ്കിൽ സോ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഹോൾഡ് ചെയ്യുന്നു ആൻഡ് ഇതിന് സെൻറ്ററിൽ കൊണ്ടുവച്ചു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം ഈ വീഡിയോ 2 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊണ്ടുവച്ച് വീഡിയോയും വന്നിട്ടുണ്ട്. ഈ കാര്യം നമ്മൾ പ്രൊജക്റ്റിൽ നിന്ന് ഒരു വീഡിയോ കൊണ്ടിടുമ്പോഴും ചെയ്യാം. സോ അതിനുവേണ്ടി വീഡിയോ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേനും കൺട്രോളും കൂടെ ഹോൾഡ് ചെയ്ത് കൊണ്ടിട്ടാൽ മതി. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലിപ്പ് എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ ഈ ഫ്രെയിം മാത്രം എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഇ പ്രസ് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കാം. എന്നിട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ JPEG ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ഇൻറ്റു ദ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പം ഈ ഒരു സെയിം ഫ്രെയിം നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോയിലേക്കും വരുന്നതാണ്. സോ ഞാൻ ഇതൊന്ന് ഓൺ ആക്കി ഇടുവാണ്. എന്നിട്ട് നമുക്കൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡെസ്ക്ടോപ്പ് കൊടുക്കുവാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സെയിം ഫ്രെയിം ഇവിടെ എക്സ്പോർട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പ്രൊജക്റ്റ് വിൻഡോയിൽ നോക്കുവാണെങ്കിൽ സെയിം ഇമേജ് പ്രൊജക്റ്റിലും വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇൻസേർട്ട് ഇൻറ്റു ദ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെയിം കാര്യം നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാതെയും ചെയ്യാം. എനിക്ക് ഈ ഒരു ഫ്രെയിം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം, അവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. സോ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഈ ജസ്റ്റ് ഈ ഒരു പ്ലസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ആ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം, അത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ പാനലിട്ടാൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ കുറേ ഗ്യാപ്സ് നിങ്ങൾക്ക് കാണാം. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് റിപ്പിൾ ഡിലീറ്റ് കൊടുക്കാം. സോ അങ്ങനെ ഗ്യാപ്പുകളെല്ലാം എനിക്ക് ക്ലോസ് ചെയ്യാം. ബട്ട് ഒത്തിരി ഗ്യാപ്പുകളുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാം. അതിനുവേണ്ടി സീക്വൻസിൽ വന്നിട്ട് ക്ലോസ് ഗ്യാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പോർഷനിലെ മാത്രം ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്താൽ മതിയെങ്കിൽ ആ പോർഷൻ എല്ലാം സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ IMO ഉപയോഗിച്ച് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെലക്ട് ചെയ്യാം. എന്നിട്ട് സീക്വൻസിൽ പോയിട്ട് ക്ലോസ് ഗ്യാപ്സ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിവിടെ സീക്വൻസ് സെലക്ട് ചെയ്തിട്ട് സീക്വൻസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ കാണാം 1920x1080 സീക്വൻസ് ആണിത്. അതുപോലെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് നോക്കുവാണെങ്കിൽ അറിയാം ഇത് 1280x720 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീക്വൻസ് ആയിട്ട് ഈ വീഡിയോ മാച്ച് ചെയ്യുന്നില്ല. ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് കൺട്രോൾസ് എന്നിട്ട് സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് സെറ്റ് ടു ഫ്രെയിം സൈസ് കൊടുത്താൽ മതി. പ്രീമിയർ ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. അതുപോലെ തന്നെ വേറൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് സെറ്റ് ടു ഫ്രെയിം സൈസ്. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിപ്പ് ഫ്രെയിം സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ വീഡിയോ സെലക്ട് ചെയ്ത് ഇഫക്റ്റ് കൺട്രോൾസിൽ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് സ്കെയിലിൽ റൊട്ടേഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ആൻഡ് ഈ 2 കീ ഫ്രെയിം സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചു. അതിന് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ചെറിയൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സെയിം ആനിമേഷൻ വേറൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീഡിയോസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് ഏതെല്ലാം ക്ലിപ്പിൽ അപ്ലൈ ചെയ്യണം, ഞാൻ ഇപ്പോൾ ഒരു ക്ലിപ്പേ സെലക്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏതെല്ലാം പ്രോപ്പർട്ടീസ് പേസ്റ്റ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ മോഷൻ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതായത് സ്കെയിലും റൊട്ടേഷനും. ഇനി നമുക്ക് ഒപ്പോസിറ്റിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി അത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ ടൈം റീമാപ്പ് ചെയ്തിട്ടുണ്ട്, അതും പേസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒപ്പോസിറ്റിയും ടൈം റീമാപ്പും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് അൺചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് മോഷൻ പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് വരുവാണെങ്കിൽ ആ സെയിം ആനിമേഷൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആട്രിബ്യൂട്ട്സ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് പുതിയൊരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ആഡ് ട്രാക്ക് കൊടുക്കാം. ആൻഡ് ഒന്നിൽ കൂടുതൽ ട്രാക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ആഡ് ട്രാക്സ് കൊടുക്കാം. എന്നിട്ട് എത്ര എണ്ണം വേണമെന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 കൊടുത്തു. അതുപോലെ ഓഡിയോ ട്രാക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അവിടെ ഞാൻ 3 കൊടുത്തു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്തു. സോ ഇവിടെ പുതിയ ട്രാക്കുകൾ വന്നിരിക്കുന്നതാണ്. ഈ ഒരു സെയിം കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് അപ്പ് ആരോയിൽ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എത്ര ട്രാക്കുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം.
അതുപോലെ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഡൗൺ ആരോ പ്രസ് ചെയ്യുവാണെങ്കിൽ ഓഡിയോ ട്രാക്കുകളും എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സ്കെയിലിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ പ്ലേ ചെയ്യുവാണെങ്കിൽ സിമ്പിൾ ഒരു സൂം ഇൻ ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്കെയിലിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഗ്രാഫ് കാണാം. ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സോ ഈ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ അറിയാം ഒരു ലീനിയർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ഈസ് ഔട്ട് കൊടുക്കാം. അതിൻ്റെ രണ്ടാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ഈസ് ഇൻ കൊടുത്തു. സോ ഈ ഒരു ഗ്രാഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം നമ്മുടെ ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഈസ് ഔട്ടിനും ഈസ് ഇന്നിനും ഓരോ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റിലേക്ക് പോയിട്ട് ഇവിടെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഈസ് ഇൻ സെർച്ച് ചെയ്യാം. ഈസ് ഇൻ. ഓക്കെ, ഇവിടെ പാനൽസിൻ്റെ താഴെ എഫക്റ്റ് കൺട്രോൾ പാനലിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷിഫ്റ്റ് സിയും അതുപോലെ ഷിഫ്റ്റ് എക്സും ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കീബോർഡ് ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈസ് ഇന്നിനൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് അതുപോലെ കീ പ്ലസ് വേറൊരു കീ ആണ് കൊടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ആ ഒരു കീ ആദ്യം ഹോൾഡ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഷിഫ്റ്റ് ആണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഡ്രാഗ് ചെയ്ത് വേറെ ഏത് കീയിലേക്കാണ് കൊടുക്കേണ്ടത് അവിടെ കൊണ്ടിടാം. ഞാൻ ഇവിടെ സി ആണ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് സി ഇവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് കീ ഫ്രെയിം ഈസ് ഔട്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എക്സ്, ഈസ് ഇൻ ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് പ്ലസ് ഇസഡ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈസ് ഇൻ ആൻഡ് ഈസ് ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിപ്പ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും കോപ്പി എടുക്കാം. ഓഡിയോയുടെ അതുപോലെ തന്നെ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഹൈക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആക്സിഡൻ്റലി കണ്ടുപിടിച്ചതാണ്. നമുക്കൊരു ഫ്രെയിം മുമ്പോട്ട് പോകണമെങ്കിൽ റൈറ്റ് ആരോയിൽ പ്രസ് ചെയ്യാം. അതുപോലെ ഓരോ ഫ്രെയിം പുറകോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് ആരോയിൽ പ്രസ് ചെയ്യാം. സെയിം നമുക്ക് ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചും ചെയ്യാം. ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഈ ഐക്കണിൽ പ്രസ് ചെയ്താൽ മതി. അതുപോലെ പുറകോട്ട് പോകണമെങ്കിൽ ഈ ഐക്കണിൽ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു സെയിം കാര്യം നമുക്ക് മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ പുറകോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഓരോ ഫ്രെയിം പോകുന്ന കാണാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 18, 19, 20, 21. അതുപോലെ ഫ്രണ്ടിലേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഓരോ ഫ്രെയിം പുറകോട്ട് പോകുന്ന കാണാം. നമ്മളിവിടെ കീബോർഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ ഈ ഐക്കൺസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ച് തന്നെ ഫ്രണ്ടിലേക്കും പുറകോട്ടും ഓരോ ഫ്രെയിംസ് മാറ്റാൻ വേണ്ടി കഴിയും. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്ക്രീനിലൂടെ മൂവ് ചെയ്യാം. നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് കൺട്രോൾ ഒന്ന് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഗൈഡ് ലൈൻസ് വരുന്നത് കാണാം. സോ ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ലൈൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ച് സെൻറ്ററിൽ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ കൂടെ മൂവ് ചെയ്യുമ്പോഴത്തേന് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ലൈനിൽ കൂടെ മാത്രമേ ടെക്സ്റ്റ് മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ മൗസ് ഇതിലേ മാറ്റിയാലും കുഴപ്പമില്ല. കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ യൂസ് ചെയ്യാം. അതുപോലെ ഹൊറിസോണ്ടൽ ലൈനിൽ കൂടെയോ വെർട്ടിക്കൽ ലൈനിൽ കൂടെയോ കറക്റ്റായിട്ട് ലെയർ മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷിഫ്റ്റോടെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല ഷേപ്പ് ലെയറിലോ വീഡിയോയിലോ ഇമേജിലോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദി വീഡിയോ. എത്രയും പെട്ടെന്ന് നമ്മൾ പാർട്ട് 4 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.